നമ്മുടെ ഈ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എൻക്വയറീസ് ആണ് പലതും എനിക്ക് കിട്ടാറുള്ളത്. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഈ മെമ്മറി പവർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ നിൽക്കാനായിട്ട് നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഓക്കെ. നമ്മൾ ഏതൊരു സ്കില്ലും നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളൊരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ മെമ്മറി പവർ നിർത്തുക എന്നുള്ളൊരു ആസ്പെക്റ്റും നമ്മൾ ബ്രെയിനെ കൊണ്ട് ചെയ്യിച്ച് തന്നെ അത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ് ജിമ്മിൽ പോകാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ബ്രെയിനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും വീക്കനിങ് സംഭവിക്കും ഓവർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ സ്ഥിരമായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കിത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ തന്നെ നമുക്ക് നല്ല ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം അല്ലേ. ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. അത് മനസ്സിന് എങ്ങനെ ഗുണകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം നമ്മൾ സാധാരണ അല്ലാത്ത രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ. നമുക്കൊരു ടാർഗറ്റ് കാണുമല്ലോ. ഇപ്പോൾ 1 തൊട്ട് 5 പ്രാവശ്യം ഞാൻ സിറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക 5 തൊട്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 5, സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോൾ 4, 3, 2, 1. അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ബ്രെയിനിന് കൂടുതലായിട്ടുള്ള സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നുണ്ട്. നെർവ്സിലൂടെ കൂടുതലായിട്ടുള്ള കറണ്ട് പോകുന്നുണ്ട്. സാധാരണയെക്കാട്ടി അല്ലാത്ത പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എക്സസൈസ് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ നല്ലൊരു ഫൺ ആക്ടിവിറ്റിയും കൂടെയാണ്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ, വായനാശീലം എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല, എങ്കിലും വായിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കെ വായിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ മസിൽസിന് കൂടുതലായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ നാവിലൂടെ ഒരു ഇൻഫർമേഷൻ പോകുന്നുണ്ട്, ചെവിയിലൂടെ ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നുണ്ട്, അതുപോലെ കണ്ണിലൂടെയും പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് 3 തരത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് ഫീഡ് ആവുന്നതുകൊണ്ട് സാധാരണ മെമ്മറി കാട്ടി കൂടുതലായിട്ട് ഇത് ഫീഡാകാൻ ഉള്ള സാധ്യതയാണ്. പിന്നെ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെൻ്റൽ കാൽക്കുലേഷൻ. അതായത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ച് വെറുതെ നോക്കാതെ സ്വയമേ നമ്മൾ ചെറിയ മെൻ്റൽ മാത്സ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്കത് പാടായിരിക്കും, ചിലർക്കത് എളുപ്പമായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ ത്രഷോൾഡുണ്ട്, അതിനനുസരിച്ചായിരിക്കും. പക്ഷേ എങ്കിലും അല്പം ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ വളരെ ലൈറ്റായിട്ട് ചെയ്യുക. ഓവർ പീരീഡ് ഓഫ് ടൈം അത് കൂട്ടി വരിക എന്നുള്ളതാണ്. അടുത്ത പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ബുക്ക് എഴുതാം അല്ലേ. അത് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റാം. അതായത് നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെ തന്നെ ബുക്ക് എഴുതുമ്പോൾ പുതിയതായിട്ടുള്ളൊരു ക്രിയേഷൻ അവിടെ ഉണ്ടാകുകയാണ്. ഓക്കെ. നമുക്കിപ്പോൾ AI ടൂൾസൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ആലോചിച്ച് എഴുതുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ബുക്ക് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ട് തന്നെ എഴുതണമെന്നില്ല. നമുക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം തന്നെ സംഭവിച്ച കാര്യങ്ങൾ വൈകുന്നേരം നമുക്ക് എഴുതാം. ഓക്കെ. അത് നമുക്ക് ഓർത്ത് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കാം. ഇനി അത് പറയുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. അതാണ് വിഷ്വലൈസേഷൻ. നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷ്വലൈസേഷൻ. അതുപോലെ തന്നെ നാളെ എന്ത് ചെയ്യണമെന്ന് മാത്രമല്ല, നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ. അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലോകത്തിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ. നമ്മൾ ചുമ്മാ എനിക്കിങ്ങനെ കാണണം, അല്ലെങ്കിൽ നാളെ ഞാൻ നാട് ഇങ്ങനെയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വിഷ്വലൈസേഷനിൽ അല്ല, പ്രിസൈസ് ആയിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള വിഷ്വലൈസേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുതിയ സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. നമ്മൾ പണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതും നീന്താൻ പഠിച്ചതും ഒക്കെ ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക, പുതിയ ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട മേഖല. അത് തീർച്ചയായിട്ടും ചെയ്യുക. ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ആ ഒരു മേഖലയിൽ നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നതാണ്. അപ്പോൾ സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പസിൽസ് സോൾവ് ചെയ്യുന്ന കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. പസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺഎൻഡിങ് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പല ഡിഫിക്കൽറ്റി റേഞ്ചുകളിൽ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ. അപ്പം ആദ്യം ചെറിയൊരു പസിലിൽ തുടങ്ങി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആകുന്നതാണ്. ഓക്കെ. ആ ഒരു ഡിഫിക്കൽട്ടി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളത് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് അത്ര എളുപ്പമല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലത്. വേറെ കാര്യമാണ്
മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം തീർച്ചയായും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അതായത് നമ്മളും നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചും നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കാര്യം ചെയ്യണം. ആക്ച്വലി മൈൻഡ്ഫുൾനെസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളവ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതേ രീതിയിൽ ഒരു മൈൻഡ്ഫുൾ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ട്രാൻസ്സെൻഡൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അതും ചെയ്ത് നോക്കുക. കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നതാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു മെമ്മറി കൂടാനായിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും എല്ലാം എപ്പോഴും ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. അത് പറ്റുന്ന രീതിയിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഒരു പാറ്റേണിൽ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളല്ല, വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റ് ഞാൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ താഴെ പറയുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വളരാം.